അതായത് ഞാൻ തന്നെയാണ് പീഡനത്തിനിരയായ വ്യക്തി എന്ന് പറഞ്ഞ് നേരിട്ട് പരാതി നൽകിയ ഒറ്റ വനിതകൾ പോലുമില്ല. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതേ രീതിയിൽ തന്നെയല്ലേ CPM-ന്റെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരായി പരാതി ലഭിച്ചിരുന്നത്? അതുപോലെ തന്നെ ഇയാളിൽ നിന്നും ഇത്ര തിക്ത അനുഭവം ഉണ്ടായി എന്ന് അതിനിരയായ സ്വപ്ന സുരേഷ് തന്നെ നേരിട്ട് വെളിപ്പെടുത്തതല്ലേ. എന്നാൽ അവിടെയൊന്നും നിങ്ങൾക്ക് കേസെടുക്കാനാവില്ല. അതുപോലെ തന്നെ മുൻ സ്പീക്കർക്കും നടനും MLA-മായ മുകേഷിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ P ശശിക്കും ഇപ്പോഴും കേസുകൾ നിലവിലുണ്ട്. എന്നാൽ അവർ ഇന്നും ആ സ്ഥാനത്ത് തന്നെയും അതേ അധികാരത്തിലും തുടരുകയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലോ ഒരു പരാതിയോ കേസോ ഇല്ലാതെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ക്രൂശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് CPM-ന്റെയും BJP-യുടെയും ചേർന്നുള്ള ഇരട്ടത്താപ്പ്. സത്യം ഒളിപ്പിക്കാൻ ജനങ്ങളെ